കൊച്ചിയിൽ കാക്കനാട് DLF ഫ്ളാറ്റിൽ വീണ്ടും കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം. വിദഗ്ധരുടെ സഹായത്തോടെ ഫ്ളാറ്റ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് വെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഫ്ളാറ്റിൽ താമസിക്കുന്ന 27ഓളം പേർ ഇന്നലെയും ഇന്നുമായി ചികിത്സ തേടിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, വീണ്ടും സമാനമായ സാഹചര്യം ഉണ്ടാകുകയാണ്. എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇതിന് സമാനമായ ഒരു സാഹചര്യം ഇതേ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം 27ഓളം പേരാണ് ഇത്തരത്തിൽ ഛർദിയും വയറിളക്കവും ഉൾപ്പെടെ വിവിധ അസുഖങ്ങളുമായി ചികിത്സ തേടിയത്. 27 പേരിൽ 2 പേർക്ക് മഞ്ഞപ്പിത്ത രോഗമുള്ളതായും റിപ്പോർട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി ഫ്ളാറ്റിലെ കുടിവെള്ള പരിശോധന നടത്തിയത്. ഈ ഫ്ളാറ്റിൽ വിവിധ ബിൽഡിംഗ് ഒരു ഫ്ളാറ്റ് സമുച്ചയമാണിത്. ഇതിൽ വിവിധ ഫ്ളാറ്റുകളിലായി 1500ഓളം പേർ ഈ DLFന്റെ ഫ്ളാറ്റിൽ പലയിടത്തായി താമസിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഈ നേരിട്ടുള്ള കുടിവെള്ള പൈപ്പ് വഴിയുള്ള കുടിവെള്ള സംവിധാനം കൂടാതെ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. ഇതിൽ എവിടെ നിന്നാണ് ഈ കോളിഫോം ബാക്ടീരിയ എത്തിയതെന്നത് കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും എല്ലാ ഫ്ളാറ്റുകളിലും ലഭ്യമാകുന്ന വെള്ളം അതിന്റെ സാമ്പിൾ ശേഖരിച്ച പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. കുറച്ച് സാമ്പിൾ ശേഖരിച്ച നിലവിൽ ആരോഗ്യവകുപ്പിന്റെ സഹായത്തോടുകൂടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതിനിടെയാണ് ഫ്ളാറ്റ് അധികൃതർ തന്നെ താമസക്കാരുടെ നിർബന്ധപ്രകാരം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയത്. ഇതിലാണ് കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ സമാനമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. നിരവധി പേർക്ക് ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അന്ന് പരിശോധന നടത്തിയപ്പോൾ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ അന്ന് ഇടപെട്ട് പരിശോധന നടത്തുകയും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഫ്ളാറ്റ് അധികൃതരോട് കൃത്യമായ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും വെള്ളം ശുചിയായി തന്നെ സൂക്ഷിക്കണം, കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം വരാത്ത രീതിയിൽ സൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അന്ന് മഴക്കാലത്ത് പുറമേ നിന്നുള്ള വെള്ളം കനാലിൽ നിന്നും വെള്ളം കയറിയതിനെ തുടർന്നാണ് വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ ഉണ്ടായത് എന്നാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം മുഴുവനായും പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പും ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ ഉൾപ്പെടെ ഇടപെടൽ നടത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.